BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. രാജ്യത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതിനും പ്രതികൂല കാലാവസ്ഥ പ്രവചിക്കുന്നതിനും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ ബഹ്റൈൻ മുൻപന്തിയിൽ. കാലാവസ്ഥാ പ്രവചനങ്ങളുടെയും കൃത്യത മെച്ചപ്പെടുന്നതിന് രാജ്യം അനുയോജ്യമായ എല്ലാവിധ നൂതന കാലാവസ്ഥാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നുവെന്നും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ബഹ്റൈനിലെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്താനുള്ള നിർദ്ദേശം ഷൂറ കൗൺസിൽ തള്ളി. 2% നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് തള്ളിയത്. ഞായറാഴ്ച ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് നിർദ്ദേശം നിരസിച്ചത്. നേരത്തെ 1 വർഷം മുൻപും സമാന നിർദ്ദേശം പാർലമെന്റ് അംഗങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ഷൂറ കൗൺസിൽ നിരസിക്കുകയും ചെയ്തിരുന്നു. നിയമം ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയതെന്നും ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് അൽ മസ്കദി പറഞ്ഞു. ഇത്തരം നികുതികൾ ബഹ്റൈനിലെ പ്രവാസികളെ വളരെയധികം ബാധിക്കുമെന്നും അത് അവരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാറുന്നതിലേക്ക് നയിക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിൽ അനധികൃത തൊഴിലാളികൾക്കെതിരെ കർശന നടപടി തുടരുന്നതിനാൽ താമസ നിയമങ്ങൾ ലംഘിച്ച 80-ലധികം പ്രവാസികളെ നാടുകടത്തി. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെ ലേബർ മാർഗ റെഗുലേറ്ററി അതോറിറ്റി 1755 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തുകയും ഇതിൽ 22 അനധികൃത തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും 87 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തതായും LMRA അറിയിച്ചു. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പുറപ്പെടുവിച്ച ആഗോള നിയമങ്ങൾക്ക് അനുസൃതമായി അന്താരാഷ്ട്ര യാത്രാരേഖയായി ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഘടിപ്പിച്ചുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് രൂപപ്പെടുത്തിയതോടെ ട്രാവൽ ആപ്ലിക്കേഷൻ റെഡി ചിപ്പ് ഐഡന്റിറ്റി കാർഡുകളിൽ ഉൾപ്പെടുത്തുന്ന GCCയിലെ ആദ്യ രാജ്യമായി ബഹ്റൈൻ. കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി ഇസ ടൗണിലെ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പുതിയ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിച്ചത്. ഭാവിയിൽ ചില രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രധാന രേഖയായി പുതിയ സ്മാർട്ട് ഐഡന്റിറ്റി കാർഡ് മതിയാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ CPR കാലഹരണപ്പെട്ടാലേ പുതിയ സ്മാർട്ട് കാർഡിന് ഓരോരുത്തരും യോഗ്യരാവുകയുള്ളൂ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾക്കും രാജ്യാനന്തര മാനദണ്ഡങ്ങൾക്കും അനുസൃതമായിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ID കാർഡ് സംവിധാനം രൂപപ്പെടുന്നതിനും സർക്കാർ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെയും ഭാഗമാണിത്. പൊതുജന സുരക്ഷയ്ക്കായുള്ള അധിക ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര ആവശ്യക്കാരല്ലാത്തവർ നിലവിലെ ID കാർഡുകൾ പുതുക്കേണ്ടെന്നും കാലാവധി കഴിയുന്നതുവരെ ഉപയോഗിക്കുന്നത് തുടരാമെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ദേവ്ജി BKS GCC കലോത്സവത്തിന്റെ പുതിയ പതിപ്പിന് അരങ്ങൊരുങ്ങുന്നു. മാർച്ച്-ഏപ്രിൽ മാസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 100-ലധികം വ്യക്തിഗത ഇനങ്ങളിലും 60ഓളം ഗ്രൂപ്പ് ഇനങ്ങളിലുമായി മത്സരം നടക്കും. വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന മത്സരാർത്ഥികൾക്ക് കലാതിലകം, കലാപ്രതിഭ, ബാലതിലകം, ബാലപ്രതിഭാ ചട്ടങ്ങളും അതിനു പുറമെ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ്, സാഹിത്യരത്ന, സംഗീതരത്ന, നാട്യരത്ന, കലാരത്ന തുടങ്ങിയ പട്ടങ്ങളും സമ്മാനിക്കും. കലോത്സവത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള പ്രമുഖർ വിധികർത്താക്കളായി പങ്കെടുക്കുമെന്നും ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലെ പൗരത്വമുള്ള ഏത് കുട്ടിക്കും കലോത്സവത്തിൽ പങ്കെടുക്കാമെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം കായിക വിഭാഗം സെക്രട്ടറി നൌഷാദ് T ഇബ്രാഹിമാണ് ഭരണസമിതിയുടെ പ്രതിനിധിയായി കലോത്സവം നിയന്ത്രിക്കുന്നത്. B2 പാലമറ്റത്ത് ജനറൽ കൺവീനറായും സോണി KC, രേണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായുള്ള 100ഓളം സമാജം അംഗങ്ങൾ അടങ്ങുന്ന വിപുലമായ കമ്മിറ്റിയാണ് ഈ വർഷത്തെ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് B2 പാലമറ്റത്ത് സോണി KC, രേണു ഉണ്ണികൃഷ്ണൻ എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്. പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സംഘടനയായ പ്രവാസി ഗൈഡൻസ് ഫോറം എല്ലാ വർഷവും നൽകി വരുന്ന കർമ്മജ്യോതി പുരസ്കാരത്തിന് ഈ വർഷം ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ബഷീർ അമ്പലായിയെ തെരഞ്ഞെടുത്തതായി PGF ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളമായി ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹം നൽകി വരുന്ന സേവനങ്ങൾ മാനിച്ചും പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ നടത്തിവരുന്ന സജീവ ഇടപെടലുകൾ കണക്കിലെടുത്തുമാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. ഇതോടൊപ്പം സംഘടനയുടെ അംഗങ്ങൾക്കായി നൽകി വരാറുള്ള പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. PGF ജുവൽ അവാർഡ് ലത്തീഫ് കോലിക്കലിനും PGF പ്രോഡ്ജി അവാർഡ് അനിൽകുമാർ, വിമല തോമസ് എന്നിവർക്കും, മികച്ച കൗൺസിലർക്കുള്ള അവാർഡ് മുഹമ്മദ് റഫീഖിനും, മികച്ച ഫാക്കൽറ്റി പുരസ്കാരം ബിനു ബിജുവിനും, മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് ജെയിംസ് ഫിലിപ്പിനും, മികച്ച കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം റോസ് ലാസർ, ജസീല MA, സുധീർ NP എന്നിവർക്കുമാണ് സമ്മാനിക്കുക. മാർച്ച് 14 മഹൂസിലെ മാക്കണ്ടീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഇഫ്താർ മീറ്റിന് ശേഷം ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്നും പ്രവാസി ഗൈഡൻസ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു.
ബജറ്റ് എയർലൈനായ ആകാശ എയർ ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് പ്രതിദിന സർവീസ് പ്രഖ്യാപിച്ചു. ബംഗളൂരു, അഹമ്മദാബാദ് നഗരങ്ങളിൽ നിന്നാണ് പുതിയ സർവീസ് തുടങ്ങുന്നത്. യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് പരിഗണിച്ചാണ് സർവീസ് വിപുലീകരിക്കുന്നതെന്നും കമ്പനി അറിയിച്ചു. നിലവിൽ 22 ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും 5 രാജ്യാന്തര നഗരങ്ങളിൽ നിന്നും ആകാശ എയർ സർവീസ് നടത്തുന്നുണ്ട്. യുഎഇ കൂടാതെ സൗദിയിലെ ജിദ്ദ, റിയാദ്, ഖത്തറിലെ ദോഹ, കുവൈറ്റ് സിറ്റി എന്നിവിടങ്ങളിൽ നിന്നാണ് അന്താരാഷ്ട്ര സർവീസ് നടത്തുന്നത്. 2022 ആഗസ്റ്റ് 7 ചെലവ് കുറഞ്ഞ വിമാനയാത്ര സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് ആകാശ എയർ ആരംഭിച്ചത്. കേരളത്തിൽ എംഎൽഎമാർക്ക് ഷഹബാസ് വധക്കേസിൽ പ്രതികളായ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി. ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടികൾക്ക് ഹോമിനടുത്തുള്ള സ്കൂളാണ് പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചത്. താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സ്കൂളിൽ പ്രതിഷേധിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്ന സാധ്യത ഒഴിവാക്കാൻ പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്ന് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കേന്ദ്രം മാറ്റിയത്. തിങ്കളാഴ്ച ജുവനൈൽ ഹോമിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കും. സമിതി ഈ വിഷയം ഗൗരവമായി പരിഗണിക്കും. 2 ടേം എന്ന നിബന്ധന മാറ്റി 3 ടേം ആക്കുന്നതിനെക്കുറിച്ചാണ് CPM-ൽ ആലോചന നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി മന്ത്രിസഭയിൽ 2 ടേം പൂർത്തിയാക്കുന്ന 4 മന്ത്രിമാരാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വീണ ജോർജ്, OR കേളു എന്നിവർ MLA സ്ഥാനത്ത് 2 ടേം പൂർണ്ണമായി പൂർത്തീകരിക്കും. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകി. 25 ഇന വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്നും സമിതി നിർദ്ദേശിച്ചു. പാറ തുറക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം, പരിസ്ഥിതി നാശം ഒഴിവാക്കണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് അനുമതി നൽകിയത്. വന്യജീവികളുടെയും ആദിവാസികളടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം പരിസ്ഥിതി അനുമതി ലഭിച്ചതോടെ തുരങ്കപാത നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം 6 ഈ വിദ്യാർത്ഥിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി പിന്നാലെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്. അതിനിടെ കേസ് അന്വേഷിക്കുന്ന താമരശ്ശേരി പോലീസ് പ്രധാന പ്രതിയുടെ പിതാവിനെയും കേസിൽ പ്രതി ചേർക്കാനാണ് തീരുമാനം. ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചയ്ക്ക് കൈമാറിയത് ഇയാളാണെന്ന നിഗമനത്തിലാണ് നീക്കം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.